കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഗൈസ്, വെൽക്കം ടു ടെക് മലയാളം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്പാണ് ആപ്പ് ക്ലോണർ. പേര് പോലെ തന്നെ ഈ ആപ്പ് ഒരു ക്ലോണറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പുകൾ നമുക്ക് ക്ലോൺ ചെയ്ത് കൂടുതൽ എണ്ണങ്ങളായി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. IMO, ക്ലാഷ് ഓഫ് ക്ലാൻസ്, വാട്സാപ്പ് കോൾ എന്നിങ്ങനെ ഒരുപാട് ആപ്പുകൾക്ക് ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ ഈ ആപ്പ് എന്താണെന്നും ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നും നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്പ് ക്ലോണർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആപ്പുകൾ ക്ലോൺ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ എടുക്കുക. അതിൽ നമ്മൾ ആപ്പ് ക്ലോണറിന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ 4.1 റേറ്റിംഗ് ഉള്ള ആപ്പ് ക്ലോണർ ആപ്പ് നമുക്ക് കാണാം. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനതിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓപ്പൺ അമർത്തുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇതിൽ നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ആപ്പുകളും ലിസ്റ്റായിട്ട് കാണാം. ഇതിൽ നിന്ന് ഏത് ആപ്പാണോ നമ്മൾ ക്ലോൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ആപ്പ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ക്ലോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്കൈപ്പാണ്. അത് സെലക്ട് ചെയ്യാം. ആപ്പ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇതിൽ ക്ലോൺ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് എത്ര ക്ലോൺ വേണോ ആ നമ്പർ കൊടുക്കാം. പക്ഷേ ഈ ഓപ്ഷൻ ഇപ്പം വെറും പ്രീമിയം യൂസേഴ്സിന് മാത്രമാണ് അവൈലബിൾ. പിന്നെ നമുക്കിതിൽ നെയിം കാണാം. ഇതിൽ നമുക്ക് നമ്മുടെ ക്ലോൺഡ് ആപ്പിൻ്റെ നെയിം വേണമെങ്കിൽ മാറ്റാം. ഞാനതിവിടെ മാറ്റിയപ്പോൾ ചാറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അതേപോലെ നമുക്ക് നമ്മുടെ ഐക്കൺ കളർ മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള കളറാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഐക്കൺ ഫ്ലിപ്പ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, ബാഡ്ജ് ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴേക്ക് നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് കാണാം. ഡിസ്പ്ലേ ഓപ്ഷൻ, പ്രൈവസി ഓപ്ഷൻ, സ്റ്റോറേജ് ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇതെല്ലാം പ്രീമിയം യൂസേഴ്സിന് മാത്രമാണ് അവൈലബിൾ. നമുക്ക് വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തി കഴിഞ്ഞെങ്കിൽ നമുക്ക് മുകളിൽ കാണുന്ന ടിക്ക് ബട്ടൺ പ്രസ് ചെയ്യാം. വരുന്ന വാർണിംഗ് ഇൻഫർമേഷനിൽ നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പം ആപ്പ് ക്ലോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിങ്ങനെ ഒരു ആപ്പിനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ക്ലോൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിവിടെ പ്രീമിയം യൂസർ അല്ല, അതുകൊണ്ട് ഒരു വട്ടം മാത്രമേ അത് ക്ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മുടെ ക്ലോണിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൈപ്പ് ക്ലോണായിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്യാം. ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്കൈപ്പ് ക്ലോൺ ചെയ്യുമ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്? അതായത് നമ്മൾ ലോഗോ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്, കളർ മാറ്റിയിട്ടുണ്ട്, ആപ്പിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മുകളിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നമുക്കിനി നമ്മുടെ വേറൊരു ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്ത് സാധാ സ്കൈപ്പ് പോലെ ഉപയോഗിക്കാം. നമ്മുടെ ഫോണിൻ്റെ മെനു ബാറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ആപ്പും കാണാൻ പറ്റും. ഒരു ആപ്പ് ചാറ്റ് എന്ന പേരിലാണ് നമുക്ക് കാണാൻ കഴിയുക. രണ്ടാമത്തേത് സ്കൈപ്പ് എന്ന പേരിലും കാണാൻ പറ്റുന്നതാണ്. ഈ ചാറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ക്ലോൺ ചെയ്തിട്ടുള്ള ആപ്പ്. ഇതുപോലെ നമുക്ക് ആപ്പ് ക്ലോണർ വെച്ചിട്ട് നമ്മുടെ ഫോണിൽ ഏത് ആപ്പ് വേണമെങ്കിലും ക്ലോൺ ചെയ്യാൻ കഴിയും. പക്ഷേ ചില ആപ്പുകൾ സർട്ടിഫിക്കറ്റ് റീസൺസ് കാരണം ക്ലോൺ ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ പുതിയ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലേ സ്റ്റോറിൽ 4.1 റേറ്റിംഗ് ആണ് ഈ ആപ്പിനുള്ളത്. ഓൾമോസ്റ്റ് 50 lakh പ്ലസ് ഡൗൺലോഡ്സും ഉണ്ട്. ടെക് ലോകത്തെ പുതിയ വാർത്തകൾ ആദ്യം അറിയുവാനും പുതിയ ആപ്പുകളെ പരിചയപ്പെടാനും വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെക് ലോകത്തെ പുതിയ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.